മോർലോക്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ പതിവ് പോലെ തന്നെ നമ്മൾ അടുക്കളയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ രാവിലത്തെ ഫുഡ് അതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ സാമ്പാർ വെക്കാൻ വേണ്ടി കുക്കറിൽ പരിപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ വെന്തായിരുന്നു. ഞാനപ്പോൾ സാമ്പാർ വെക്കാൻ എല്ലാ കഷ്ണമൊന്നും എടുത്തില്ല കേട്ടോ സാമ്പാറിന്. ഇതിനകത്തിപ്പോൾ മുരിങ്ങാക്കോല്, പിന്നെ ചെറിയ ഉള്ളി, ഉരുളക്കിഴങ്ങ്, തക്കാളി, പരിപ്പ് ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. കഷ്ണങ്ങൾ ഇവിടെ കഴിക്കാനായിട്ട് മടിയാണ്. അച്ചുക്കുട്ടനാണെങ്കിലും അതിനകത്ത് തന്നെ ഉരുളക്കിഴങ്ങ് കഴിക്കും, വേറെ പിന്നെ പ്രത്യേകിച്ചൊന്നും ആൾ കഴിക്കില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കൊന്ന് പെട്ടെന്ന് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് പെട്ടെന്ന് വേവിക്കണം. ഞാൻ എന്താ മുളക് പൊടിയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാൻ അടച്ച് വെച്ച് നമുക്ക് ഒരു വിസിലൊന്ന് അടുപ്പിക്കാം. അപ്പോൾ ഞങ്ങളിന്ന് അമ്പലത്തിൽ വൈകിട്ട് പോകുന്നുണ്ട്. അത് കാരണം ഇന്ന് പച്ചക്കറിയാണ്. അപ്പോൾ സാമ്പാറിന് രാവിലെ ഗ്യാസ് കത്തിച്ചു. അപ്പോൾ വീടിനകത്ത് മൊത്തത്തിലൊരു ഒച്ചയും ബഹളമൊക്കെയാണ് കേട്ടോ. അമ്പു എൻ്റെ അടുത്തുണ്ട്, പിന്നെ അച്ചൂസിന് ഇന്ന് സ്കൂളില്ല. അച്ചു അപ്പോൾ ടി വി വെച്ചിട്ടുണ്ട്. സൗണ്ടൊക്കെ കുറച്ചാണ് വെച്ചേക്കുന്നത്, എന്നാലത് വീഡിയോയിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ഞങ്ങൾ പച്ചക്കറിയാണ് ആകുന്നത് കഴിക്കാറ്, നോൺ വെജ് ഒന്നും കഴിക്കാറില്ല. അന്നത്തെ ദിവസവും തലേ ദിവസവും കഴിക്കാറില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ വൈകിട്ട് ആമയുടെ ക്ഷേത്രത്തിലാണ് പോകുന്നത്. കുറേ ആയി പോയിട്ട്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച വൈകിട്ട് പോകാമെന്ന് വിചാരിച്ച്. അച്ഛനും സ്കൂളില്ലല്ലോ, അപ്പോൾ ഒരു വൈകുന്നേരം വെയിലാറിക്കഴിയുമ്പോൾ പോകാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഇന്നലെയും ഇന്നും അപ്പോൾ പച്ചക്കറി. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ സാമ്പാറും വെച്ച് പടവലങ്ങ തോരനും, പിന്നെ അച്ഛന് ചെറുപയർ ഇഷ്ടമാണ്, അപ്പോൾ ചെറുപയറും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പച്ചക്കറി ദിവസമാണിന്ന്. അപ്പോൾ സാമ്പാറിൻ്റെ എല്ലാം ഞാൻ ഒരു പാത്രത്തിലോട്ട് വെന്ത് വന്നപ്പോൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ കടുക് വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഉലുവ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ മല്ലിയിലയും ഉണക്കമുളകും വേപ്പിലയും കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഇട്ട് ചൂടാക്കിയിട്ട് ആ സാമ്പാറിൻ്റെ അകത്തോട്ട് ഇടുവാണ്. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതാ തോരനൊക്കെ വെച്ച് കേട്ടോ. പിന്നെ ഇന്നലത്തെ കുറച്ച് മോരുകൾ ഇരിപ്പുണ്ട്, കുറച്ചേ ഉള്ളൂ. ഞാൻ പിന്നെ സാമ്പാർ വെക്കാമെന്ന് വെച്ചത്. പിന്നെ എന്താ തോരനും ഇരിപ്പുണ്ട്, ഇന്നലത്തെ ക്യാരറ്റ് തോരൻ. അപ്പോൾ അച്ചുക്കുട്ടനുള്ളതുകൊണ്ട് അമ്പു എൻ്റെ അടുത്ത് നിൽക്കും, അങ്ങോട്ട് ഓടും. അത് കാരണം എനിക്ക് ശ്രദ്ധ പോണ കാരണം ഞാൻ കുക്കിങ്ങിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ എടുക്കാവുന്നത്. പിന്നെ ചോറ് ഞാൻ കുക്കറിലാണ് വെക്കുന്നത്, 2 ദിവസമായിട്ട് കുക്കറിലാണ് വെക്കുന്നത്. അപ്പം അങ്ങോട്ട് ഓടി. അപ്പോൾ ഇങ്ങനെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കണമെന്ന് ശ്രദ്ധ പോകണ്ടെന്ന് വെച്ച് ഞാൻ പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ അച്ചൂസായിരുന്നു ഇത്ര നേരം നോക്കിയത് അമ്പുവിനെ. അപ്പോൾ എൻ്റെ കുക്കിംഗ് വീഡിയോ ഏകദേശം കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും എന്താ ഒരുങ്ങി അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ ഇതാണ് ആമയുടെ ക്ഷേത്രം. ഞങ്ങളപ്പോൾ അകത്തൊക്കെ കയറി തൊഴുതു പ്രാർത്ഥിച്ച് ഞങ്ങളപ്പോൾ ഇതാ തിരിച്ചിറങ്ങി. ആമയുടെ ഗോശാല. അപ്പം നമ്മുടെ ആമയുടെ അമ്പലത്തിൻ്റെ പുറകിൽ ഒരു വലിയൊരു പുഴയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ജസ്റ്റ് ഒന്ന് പോകുവാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ, വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലവും കൂടിയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ആൾക്കാരൊക്കെ ഉണ്ട്, നല്ല വെട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടം വരെയും പോയിട്ട് തിരിച്ച് പോരാം. ഞങ്ങളങ്ങനെ തിരിച്ചു പോകുന്നു. അച്ചുക്കുട്ടനെ ഇരുട്ടൊക്കെ കണ്ടിട്ട് പേടി ആണോ അച്ചു? അപ്പോൾ ഞങ്ങളത് ഇനി തിരിച്ചു പോകണം. ചേട്ടൻ അവിടെ പോയി ഒരു പുഴയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയേക്കുന്നത്. ഞങ്ങളെന്തായാലും പോയില്ല, ഇരുട്ടായതുകൊണ്ട് അച്ചൂസിന് പേടി. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് വേഗം പോവുകയാണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ചായ കുടിക്കാൻ വേണ്ടി കയറിയേക്കുവാണ് കേട്ടോ. ഇത് പുതിയ കാവാണേ. അങ്ങനെ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു. അച്ചൂസ് മസാല ദോശയാണ് ഓർഡർ ചെയ്തത്, ഞങ്ങൾ രണ്ടും വടയാണ് ഓർഡർ ചെയ്തത്.